കുഞ്ഞെഴുത്തിന്റെ ഭാവനയും സൗന്ദര്യവും നിറഞ്ഞ കുഞ്ഞെഴുത്തും കുറ്റിപ്പെൻസിലും മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഹരിദേവ് കൃഷ്ണന്റെ എഴുത്തുകളാണ് അധ്യാപകരുടെ പ്രേരണയിൽ പുസ്തകമായത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കുഞ്ഞു മനസ്സിലെ കുഞ്ഞനുഭവങ്ങൾ പുസ്തകത്താളുകളിലേക്ക് വരികളായും വരകളായും നിറഞ്ഞു നിന്നപ്പോൾ മികച്ച ഒരു വായനാനുഭവമാണ് സമ്മാനിച്ചത്. പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥികളെല്ലാം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർഗാത്മക ഡയറികൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് വരെയുള്ള തന്റെ ദിവസേനയുള്ള അനുഭവങ്ങളാണ് നോട്ട് പുസ്തകത്തിൽ കുറിച്ചിട്ടത്. 1ാം ക്ലാസ് മുതലേ തുടങ്ങിയതാണ്. നമ്മളെ കഴിഞ്ഞ വർഷത്തെ 1ാം ക്ലാസ്സിലെ ഒരു പ്രവർത്തനമാണത്. അന്ന് മുതലേ തുടങ്ങിയതാണ്. ഇതുവരെ ഒരു ദിവസം പോലും അവൻ മുടക്കിയില്ല. അസുഖം വന്നാലും കൂടി അവൻ എങ്ങനെയെങ്കിലും 2 വരിയെങ്കിലും എഴുതും. അപ്പൊ അത്രയും അവന് താല്പര്യത്തോടെ ഒരു ചെയ്യുന്ന കാര്യമാണ്. ലാളിത്യവും ഓമനത്വവും നിറഞ്ഞു നിന്ന ഹരിദേവ് കൃഷ്ണന്റെ ഡയറി കുറിപ്പുകൾ ഇതേ വിദ്യാലയത്തിലെ അധ്യാപകരുടെ പ്രേരണയിലാണ് പുസ്തകമായി ഇറങ്ങിയത്. അനുഭവം തോന്നിയത് എന്റെ വീടിന്റെ ഒരു പാലുകാച്ചൽ ചടങ്ങുണ്ടായിരുന്നു. അവൻ ഇതിൽ വന്നതിന് ശേഷം അവൻ അതിൽ കണ്ട കാര്യങ്ങൾ അവന് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയെന്ന് അവരുടെ ഡയറിയിൽ എഴുതിയിട്ട് അവരത് അയച്ചു തന്നു. ഞാൻ വലുതായി ഒരു ജോലി കിട്ടി, എനിക്ക് ഒരു വീട് വെക്കാൻ സാധിച്ച ആ വീട്ടിൽ ആദ്യം ഞാൻ കൊണ്ടുവിടുന്നത് എൻ്റെ ആശ ടീച്ചർ 1ാം ക്ലാസ്സിൽ അപ്പം മോൻ പഠിക്കുന്നത് 1ാം ക്ലാസ്സിലെ വിനീത ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്കൊരു കണ്ണ് നിറഞ്ഞ നിമിഷമായിരുന്നു. 1ാം ക്ലാസ് മുതൽ ആരംഭിച്ച ഡയറി എഴുത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ 500 ദിവസത്തിലെത്തിയപ്പോഴാണ് അത് പുസ്തക രൂപത്തിലാക്കണമെന്ന ആഗ്രഹമുണ്ടായത്. അതുപോലെ അവന്റെ എഴുത്തിൽ അവന്റെ വീട്ടിലെ വിശേഷങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങൾ, പിന്നെ കൂട്ടുകാരോടത്തുള്ള നല്ല നിമിഷങ്ങൾ, ഉച്ചഭക്ഷണം എന്ന് വേണ്ട അവൻ കണ്ട കാഴ്ചകളൊക്കെ ആ ഡയറിയിൽ കുഞ്ഞെഴുത്തുകളായി വന്നിട്ടുണ്ട്. വിദ്യാലയത്തിലെ കെട്ടിടോദ്ഘാടന വേദിയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. കുഞ്ഞെഴുത്തുകാരന്റെ രചനകൾ അത്രയും മനോഹരമാണെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദനൂരിലെ സജേഷ് കോയിക്കലിന്റെയും സുജനയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.